ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നത്തെയും പോലെ പതിവ് പോലെ തന്നെ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നും കാര്യം പറയാൻ തന്നെ ഉള്ളൂ ഇവർക്ക് വിചാരിക്കേണ്ട കേട്ടോ. അപ്പോൾ നമ്മളിന്ന് രാവിലെ തന്നെ വെള്ളം പിടിക്കലും അമ്മായി വെള്ളം കൊണ്ടുപോയലും ഞാൻ അലക്കാൻ വരികയാണ് കേട്ടോ. അലക്കാൻ വരുന്ന സമയത്താണ് ഒരു തുമ്മലൊക്കെ വന്നത്. അപ്പോൾ അതൊരു തുമ്മി അത് പോയി. അപ്പോഴത്തേനും ഇത് അമ്മായി വെള്ളം കൊണ്ടുവച്ച് വന്നിരിക്കുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോ കണ്ടിട്ട് മെസ്സേജ് ഇട്ടിരുന്നു കേട്ടോ, എന്ന് ഈ പരാതികൾ പറച്ചൽ തന്നെയാണ്. പരാതി പറയുമൊന്നും അല്ല കേട്ടോ. നമ്മളിപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ തന്നെ ചെയ്യുന്ന ജോലികൾ നമ്മൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ തന്നെ ചെയ്യണു. അതിലിപ്പോൾ നമ്മൾ ആരെയും വിളിക്കുന്നില്ല, നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളാട്ടോ. പിന്നെ പറഞ്ഞു പോകുമ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് നമ്മൾ ചെയ്ത് തീർക്കേണ്ട ജോലികൾ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ജോലികൾ, ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ പറയുക. അല്ലാതെ നമ്മളൊരു പരാതിയായിട്ട് പറഞ്ഞതൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അത് പറഞ്ഞിട്ട് നിങ്ങൾ ആരും നമ്മളെ കുറ്റം പറയുകയൊന്നും ചെയ്യരുത് കേട്ടോ. പിന്നെ അങ്ങനെ അലക്കലൊക്കെ തുടങ്ങി. പിന്നെ ചെറിയമ്മായി മുറ്റടിക്കുക. അപ്പോൾ 2-3-4 ദിവസമായിട്ട് ഇപ്പോൾ പണിക്കൊന്നും പോകുന്നില്ല കേട്ടോ. തീരെ വയ്യ. ഈ വെയിലിൻ്റെ ചൂടൊക്കെ കാരണം ഏട്ടന്മാരൊക്കെ പറഞ്ഞു പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നല്ല ചീത്ത പറഞ്ഞു. അപ്പോൾ പോകണില്ല, തീരെ വയ്യേനും. പറഞ്ഞാൽ കേൾക്കുകയില്ല, പണിക്കൊന്നും പോകണ്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ രാവിലെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ കിളികളുണ്ട്, 2-3 കിളികളുണ്ടല്ലോ. അപ്പോൾ അവർക്ക് തീറ്റ കൊടുക്കാനും അവരുടെ വെള്ളം മാറ്റി വയ്ക്കാനും തെരിയാനെ വെള്ളം മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ അവർക്ക് ചെറിയ ചെറിയ പാത്രങ്ങളല്ലേ വെള്ളം നിറച്ച് കൊടുക്കണം. അതൊക്കെ പെട്ടെന്ന് ചൂടാവുകയാണ് കേട്ടോ. പിന്നെ വെള്ളത്തിൻ്റെയൊക്കെ ക്ഷാമം ഇവിടുത്തെ പോലെ തന്നെ എല്ലായിടത്തും ഇങ്ങനെ നമ്മളിങ്ങനെ ന്യൂസിലൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ ഓരോന്നും വീഡിയോ കാണുന്നില്ലേ, ഓരോരുത്തൊന്നും ഓരോരോ സ്ഥലങ്ങളിലൊന്നും വെള്ളേ തീരെ കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വെള്ളമൊന്നും എവിടെ ഇല്ല കേട്ടോ. ഞങ്ങളും തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് വെള്ളത്തിനൊക്കെ. രാവിലെ ആ പൈപ്പ് വെള്ളം വരുന്നതന്നെ ഉള്ളൂ, ജപ്പാൻ വെള്ളമൊന്നും ഇപ്പോൾ വരുന്നില്ല. അപ്പം അങ്ങനെ ധോനി ബേബി കടന്ന് കളിക്കണു ചെറിയമ്മായി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന് കാപ്പിയൊക്കെ കുടിച്ച് തുടയ്ക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ ചെറിയമ്മായിക്കും വലിയമ്മായിക്കും ഒന്ന് കുമ്പളങ്ങയും പരിപ്പുമാണ് വെക്കുന്നത് കേട്ടോ. പിന്നെ ഏട്ടന്മാർക്ക് സാമ്പാർ വെക്കാനുള്ള കഷ്ണങ്ങളൊക്കെ വലിയമ്മായി നുറുക്കിയിട്ട് ഇരിക്കുന്നുണ്ട്. വലിയമ്മായി ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടോ. ഞാൻ അലക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ കുറുക്കിനുള്ളതൊക്കെ കഴുകി വൃത്തിയാക്കി അരച്ച് ഊറാൻ വെച്ചത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അവളെ കുളിപ്പിക്കാനൊക്കെ നിന്നു. കുളിപ്പിച്ച് അവൾക്ക് ഭക്ഷണം കൊടുത്ത് അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് രാജേട്ടൻ വിളിച്ചത് കേട്ടോ. ഇന്ന് ബാങ്കിലൊന്ന് പോകേണ്ട ആവശ്യമുണ്ട്, ലോണിൻ്റെ കാര്യത്തിനാണ്, പെട്ടെന്ന് റെഡിയാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എന്നാൽ ശരി, എന്നാൽ കഴിക്കാനൊക്കെ കൊടുത്ത് കുട്ടീനെ വേഗം കഴിക്കാനൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ ചെറിയമ്മായി ഉണ്ടല്ലോ, ചെറിയമ്മായിൻ്റെ അടുത്ത് നിർത്തിയിട്ട് പെട്ടെന്ന് പോയിട്ട് വരാം. ഇവിടെ അമ്പലപ്പടിക്കൊക്കെയാണ് കേട്ടോ പോണത്, ഞങ്ങളിവിടെ മുതൂർശി. അപ്പോൾ 10 മിനിറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ, വേഗം പോയിട്ട് വരാമല്ലോ. പിന്നെ കുട്ടീനെയൊന്നും കൊണ്ടുപോകണ്ട. പിന്നെ ഈ വെയിലും ചൂടും ഒക്കെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടാവില്ലേ കുട്ടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ കുട്ടീനെ കൊണ്ടുപോയില്ല കേട്ടോ. അപ്പം അവൾക്കുള്ള കുറുക്കൊക്കെ വേഗം റെഡിയാക്കി കുളിപ്പിച്ച് കഴിഞ്ഞ് അവൾക്ക് അത് കൊടുത്ത്. അപ്പോഴത്തേന് ചെറിയമ്മായി തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വന്ന് റെസ്റ്റ് ചെയ്യൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഏട്ടൻ വന്നപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് റെഡിയാവുകയൊക്കെ ചെയ്തു കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് പുറത്തേക്കല്ലേ പോകണമെന്ന് പറഞ്ഞിട്ട് കുളിക്കുകയൊന്നും ചെയ്തില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഭയങ്കര ചൂടും വെയിലും. നമുക്ക് 2 നേരമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിക്കാനും അലക്കാനും എല്ലാത്തിനുള്ള വെള്ളമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് വേഗം മാക്സിയൊക്കെ മാറ്റിയിട്ട് വേഗം ഒരു ടോപ്പ് എടുത്തിട്ടിട്ട് വേഗം എന്നാൽ ശരി, ഇനി മുടിയൊന്നും ഇങ്ങനെ നിവർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂടല്ലേ, ചൂട് കാരണം ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേഗം പെട്ടെന്ന് റെഡിയായി ആധാർ കാർഡൊക്കെ എടുത്ത് ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ഒരുപാട് ഉണ്ട് കേട്ടോ. ആരും നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുന്ന പോലും ഇല്ല. നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം അങ്ങനെ ഞാനും രാജേട്ടനും കൂടി ബാങ്കിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഒരു ഫോട്ടോസ്റ്റാറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു പെട്ടെന്ന്. പിന്നെ ഏട്ടൻ വന്നിട്ട് ബാങ്കിൽ പോവാണ്ട് പറഞ്ഞിട്ട് വേഗം പോയിട്ട് ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുത്തിട്ട് വന്നിട്ടോ. പിന്നെ അവിടെ പോയിട്ട് വേഗം പെട്ടെന്ന് തിരിച്ചൊക്കെ വന്നിട്ട് ഞങ്ങൾ അംഗൻവാടിയിലൊന്ന് കയറി, തൊട്ടടുത്തുള്ള കടയിലൊക്കെ ഒന്ന് കയറി ഇത്തിരി വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. അംഗൻവാടിയിൽ നിന്ന് കുട്ടിയുടെ കുറുക്കിനുള്ള ഞങ്ങൾക്ക് ഇങ്ങനെ അമൃതം പൊടി കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ മാസം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് മേടിച്ച് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ടീച്ചർ വിളിച്ചിട്ടു. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കയറി ഒന്ന് അവിടെയൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേനും ഇവരെല്ലാവരും റെസ്റ്റ് എടുത്ത് പിന്നെ കിടക്കുകയാണ് കേട്ടോ. ധോനി ബേബീനെ ഞാൻ പെട്ടെന്ന് ഞാൻ വന്നപ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വന്നിട്ടാണ് പിന്നെ അവളിനെ ഉറക്കിയത് കേട്ടോ. വേഗം അവളിനെ ഉറക്കി കിടത്തി. പിന്നെ അമ്മ അപ്പോഴത്തേനും ഉപ്പേരിക്കുള്ളതൊക്കെ നുറുക്കി വെച്ചായിരുന്നു, കൊത്താമര കേട്ടോ. ഞാൻ പിന്നെ വേഗം അത് കൊത്താമര വേഗം ഉള്ളിയും മുളകൊക്കെ അരിഞ്ഞിട്ട് വേഗം അത് അടുപ്പത്ത് വെച്ചു. പിന്നെ തലേദിവസത്തെ 2 മീൻ കഷ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ മുട്ട അങ്ങനെ പൊഴിക്കാറില്ല കേട്ടോ. അതൊക്കെ കൂട്ടിയിട്ട് രാജേട്ടന് ചോറ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ തലേദിവസം കുറച്ച് അമ്പാറ് എടുക്കാത്തത് ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പം അത് മാറ്റി വെച്ചത് അതും എടുക്കുക, എന്ന് വെച്ചത് അവിടെ ഇരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അത് എടുത്തില്ല. അപ്പം ഞാൻ വേഗം ഫ്രിഡ്ജിലുള്ള തലേ ദിവസത്തെ സാമ്പാർ എടുത്തിട്ട് അതും പിന്നെ ഈ ഉപ്പേരിയും പിന്നെ ആകെ 2-3 മാന്തളറ്റേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏട്ടന് അതിന്ന് പറഞ്ഞ എടുത്തിട്ട് ഏട്ടനും കഴിച്ചു, ഞാനും അതിന്നൊരു മാന്തള മീൻ എടുത്തിട്ട് ഞാനും കഴിച്ചിട്ടു. അങ്ങനെ ഏട്ടൻ വന്നപ്പോൾ ഞങ്ങൾ ചോറൊക്കെ ഉണ്ട്. ഏട്ടൻ ഒന്ന് വരാനൊക്കെ വൈകിട്ടോ. ഇന്ന് മണ്ണാർക്കാട് ഓട്ടം പോയിട്ട് 2-2:30 മണിയൊക്കെ ആയപ്പോഴാട്ടോ രാജേട്ടൻ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ അതുവരെ റെസ്റ്റ് അല്ല, ഞാൻ ആ ഭക്ഷണമൊക്കെ ആയിട്ട് ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. ഏട്ടൻ വരികയാണെങ്കിൽ ഒരുമിച്ച് കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ വിശന്നിട്ട് വയ്യ, ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടാകുന്നില്ല. വേഗം കുറച്ച് രാവിലത്തെ ചായ ഉണ്ടായിരുന്നു, അതും 2 ബ്രെഡൊക്കെ എടുത്ത് വേഗം കഴിച്ചു. പിന്നെ കുട്ടി എന്തെങ്കിലും ഒരു ചെറിയ ശബ്ദം പോലും അവൾക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ കുട്ടി ഉണർന്നാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കാലിട്ടൊക്കെ അടിക്കുമ്പോഴേ പാദസരത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ഇനി അവൾ നീറ്റോ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ. അപ്പോൾ രാജേട്ടൻ വന്നിട്ടുള്ളൂ ഇനി ഭക്ഷണം കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ 2-2:30 വരെയും വെയിറ്റ് ചെയ്തിട്ടും ഏട്ടനെ കാണാനേ ഇല്ല കേട്ടോ. എനിക്ക് അപ്പോഴത്തേന് വിശന്നിട്ട് നിൽക്കാൻ പറ്റാതായി. ഞാൻ പിന്നെ പെട്ടെന്ന് ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ രാജേട്ടൻ വന്നത്. ഭക്ഷണം വിളമ്പി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മേശപ്പുറത്ത്. അങ്ങനെ ഞാൻ രാജേട്ടന് വെള്ളമൊക്കെ എടുത്തു കൊടുത്ത് ഏട്ടൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനും ഭക്ഷണം കഴിച്ചു കേട്ടോ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത്രയും സമയം ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നിട്ട് വയറ് കാഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് നമ്മൾ ഫീഡ് ചെയ്യുന്നതൊക്കെ അല്ലേ, അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അമ്മയും അമ്മായിയൊക്കെ നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കറിയൊക്കെ ഞാൻ പിന്നെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടേ. അപ്പോൾ അതൊക്കെ ചൂടാക്കി വെച്ച് വെള്ളമൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഏട്ടൻ വന്നാലും പെട്ടെന്ന് ഭക്ഷണം കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ. അങ്ങനെ ഏട്ടൻ വന്നു, ഭക്ഷണമൊക്കെ കഴിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട